ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിച്ചൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന എന്റെ കയ്യിലുള്ള കുറച്ച് മാർക്കേഴ്സും ഹൈലൈറ്റേഴ്സും ആണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പ്രീ കാലിഗ്രഫി കാർവ്ഡ് എഡ്ജ് ടിപ്പ്. അപ്പൊ നമ്മൾക്ക് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് റൈറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് വേറൊരു മാർക്കർ കാണാം. ഇതിൽ മൊത്തം ചൈന എഴുതിയേക്കുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സ്റ്റാർ വരച്ചൊക്കെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫ്രൂട്ട്സിന്റെ ഫുഡ് ഐറ്റംസിന്റെ ഒക്കെ പിക്ചർ ഉണ്ടോ, അതല്ലേ ഈ ഒരു മാർക്കേഴ്സിലുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾക്ക് ബനാനയുടെ കളർ വേണമെങ്കിൽ നമ്മൾക്ക് ഇതിൽ നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ബനാനയുടെ ഈ ഒരു പിക്ചർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ബനാന കളർ ചെയ്യാൻ ഇതെടുക്കാം. അതായത് ഇതിലും 3 യെല്ലോ ഷെയ്ഡ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾക്ക് ഇതേപോലത്തെ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്ക് നോർമൽ ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്ത് നോക്കാം. അധികം കളറില്ല ഫ്രണ്ട്സ്, നിങ്ങൾ യൂസ് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ബെയർ മാർക്കറാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതിന്റെ കൂടെ നമ്മൾക്കൊരു ക്യാപ്പൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് സേഫ് ആയിട്ട് വെക്കാനാണ് കേട്ടോ ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഒരു മാർക്കറാണ് കേട്ടോ. ഇതിന്റെ ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് സീക്വൻസ് കാണാം. നമ്മൾക്ക് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾക്ക് സൂപ്പർ ഹീറോ ഹൈലൈറ്റേഴ്സ് കാണാം. ഇതില് വെനം ഉണ്ട്, സ്പൈഡർമാൻ ഉണ്ട്. ഇതാരാന്ന് എനിക്കറിയില്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്ക് വേറെ ടൈപ്പ് ഹൈലൈറ്റേഴ്സ് കാണാം. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു വാഷബിൾ കളർ മാർക്കേഴ്സ് ആണ് കേട്ടോ. ഇത് ക്യാമലിന്റെ ആണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ. പോട്ടെന്ന് വാഷബിൾ കയ്യിലാവാൻ നേരത്ത് പോണതാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഹൈലൈറ്റേഴ്സ് ആണ് കേട്ടോ. 2 ഡിഫറെന്റ് ഷെയ്ഡ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരെണ്ണം ഡാർക്കിലും ഒരെണ്ണം പേസ്റ്റൽ കളേഴ്സിലും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ട്രൈ ചെയ്യണം? ഇത് ട്രൈ ചെയ്യാം. ഇനി നമ്മൾക്ക് പേസ്റ്റൽ കളർ ട്രൈ ചെയ്യാം ഫ്രണ്ട്സ്. അത്ര ഡിഫറൻസ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമ്മൾക്കൊരു മാക്രോൺസ് ഹൈലൈറ്റർ ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇത് വാങ്ങിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്, നോക്കിയേ. നെക്സ്റ്റ് നമ്മൾക്ക് സ്ക്വിഡ് ഗെയിം ഗാർഡ്സ് ഹൈലൈറ്റർ കാണാം. വാട്ട് ഈസ് ദിസ്? മര്യാദ കളറൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഹൈലൈറ്റർ ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു മാക്രോൺസിന്റെ ആണ്. ഇത് രണ്ടെണ്ണം നല്ല വെറൈറ്റി അല്ലേ ഫ്രണ്ട്സ്. നെക്സ്റ്റ് ഒരു ഗ്ലോ ഇൻ ദ ഡാർക്ക് മാർക്കേഴ്സ് ആണ് കേട്ടോ. അടിപൊളിയായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ഒരു ആക്രിലിക് മാർക്കർ ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതെന്റെ അങ്കിള് അബ്രോഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഈ ഒരു മാർക്കേഴ്സ് വെച്ച് നമുക്ക് റോക്ക് പെയിന്റിങ് ചെയ്യാം, ഷൂ പെയിന്റ് ചെയ്യാം, അങ്ങനെ കുറെ ഐറ്റംസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.